ശബരിമല സ്വർണ്ണ കവർച്ചയിൽ വീണ്ടും പ്രതിക്കൂട്ടിലായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഗോവർദ്ധൻ നൽകിയ 10 പവന്റെ സ്വർണ്ണമാല ബോർഡ് മഹസറിൽ രേഖപ്പെടുത്തിയില്ലെന്ന് കണ്ടെത്തൽ. ഗോവർദ്ധൻ നൽകിയ മാല ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് മാളികപ്പുറത്ത് സമർപ്പിച്ചത്. ശബരിമലയിലെ സ്വർണം വാങ്ങിയതിന്റെ പ്രായശ്ചിത്തമായിരുന്നു സ്വർണ്ണ സമർപ്പണം. സ്വർണ്ണപ്പാളി വിവാദത്തിന് ശേഷമാണ് മാല മഹസറിൽ രേഖപ്പെടുത്തിയത്. വിവരങ്ങൾ ദിസ്ന സുരേഷ് നൽകും. ദിസ്ന, ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ ഒഴിയുന്നേയില്ല. പ്രത്യേകിച്ച് ഇഡിയും ഇപ്പോൾ അന്വേഷണ രംഗത്തേക്ക് എത്തുന്ന ഘട്ടത്തിൽ ഏറ്റവും പുതിയ അപ്ഡേഷൻ വരുന്നത് എന്താണ്? ഈ മാലയുമായി ബന്ധപ്പെട്ട വിഷയം ഒന്ന് വിശദീകരിക്കൂ. തീർച്ചയായും ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നടത്തിയ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ പുറത്തു വന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. പ്രധാനമായും ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ സ്മാർട്ട് ക്രിയേഷനിലെത്തി ഈ സ്വർണം വേർതിരിച്ചെടുക്കുകയാണ് ഇവർ ചെയ്തത്. അത്തരത്തിൽ സ്വർണം വേർതിരിച്ചെടുത്തതിന് ശേഷം ഈ ഇടപാടുകാരനായ ഗോവർദ്ധന് ഒരു പ്രായശ്ചിത്തം ചെയ്യണം, അല്ലെങ്കിൽ ഒരു മനപ്രയാസം ഉണ്ടാവുന്നു. ഇത് അയ്യന്റെ സ്വർണമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന ഒരു മനപ്രയാസം ഉണ്ടാവുന്നു. തുടർന്ന് അതിന് പ്രായശ്ചിത്തം എന്നോണം ഒരു സ്വർണ്ണമാല ഈ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടുകയാണ്. പക്ഷേ ഇത്തരത്തിൽ ശബരിമലയിലേക്ക് നൽകുന്ന സ്വർണത്തിനൊന്നും തന്നെ കണക്ക് വയ്ക്കുന്നില്ല എന്ന ഗുരുതര ആരോപണം, അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. അത് മഹസറിൽ രേഖപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ രേഖകളിലൊന്നും തന്നെ ഇത്തരത്തിലൊരു സ്വർണ്ണമാല നൽകിയതായി ഉണ്ടായിരുന്നില്ല. പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 2021 ഈ മാല സമർപ്പിച്ചത്. ഈ മാല സമർപ്പിച്ചത് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. നമുക്കറിയാം, ആദ്യഘട്ടം മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ എത്രത്തോളം സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നത് നമ്മൾ കണ്ടതാണ്. ഈ സ്വർണ്ണമാല ഉണ്ണികൃഷ്ണൻ പോറ്റി മാളികപ്പുറത്ത് സമർപ്പിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഏതൊരു വസ്തുവും സ്വർണം ഉൾപ്പെടെ ഒരു തരി പൊന്നാണെങ്കിൽ പോലും സമർപ്പിക്കുകയാണെങ്കിൽ കൃത്യമായ രേഖകളിൽ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് നൽകുന്ന ഒരു രസീത് ഇവർ വാങ്ങിക്കുകയും വേണം. പക്ഷെ ഇത്തരത്തിലൊന്നും തന്നെ യാതൊരു തരത്തിലും ഈ രേഖകളിലൊന്നും ഈ പ്രായശ്ചിത്തമായി നൽകിയ സ്വർണ്ണമാല ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗോവർദ്ധൻ ഈ മനപ്രയാസം കൊണ്ട് നൽകിയ സ്വർണ്ണമാണ് എന്നൊരു മൊഴിയാണ് കൊടുത്തത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഒരു വീഴ്ച, ഗുരുതരമായ ഒരു വീഴ്ച സംഭവിച്ചു എന്നത് തന്നെയാണ് ഗൗതം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രായശ്ചിത്തമായി നൽകിയ സ്വർണവും കണക്കിൽപ്പെടുത്തിയിട്ടില്ല. ശേഷം ഈ സ്വർണ്ണപ്പാളി വിവാദം വന്നതിന് ശേഷമാണ് ഈ മഹസറിൽ ഈ മാല ഉൾപ്പെടെ രേഖപ്പെടുത്തിയത് എന്നൊരു വിവരം കൂടി പുറത്തു വരികയാണ്. എന്തായാലും SIT സംഘത്തിന് മുന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഈ ഗോവർദ്ധന്റെയും പങ്കജ് ഭണ്ഡാരിയുടെയും ഉൾപ്പെടെയുള്ള പങ്കുകൾ വെളിപ്പെടുത്തിയത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും SIT ഇവരെ കസ്റ്റഡിയിൽ വാങ്ങുവാനുള്ള നീക്കത്തിലേക്ക് പോവുകയാണ്. കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ കണക്കുകളിൽ പെടാത്ത ഒരുപാട് കാര്യങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട നടന്നിട്ടുണ്ട് എന്നൊരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇത്തരത്തിൽ പ്രായശ്ചിത്തമായി നൽകിയ മാല പോലും കണക്കിൽ രേഖപ്പെടുത്തുവാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് സ്വർണ്ണപ്പാളി വിവാദം ഈ വിഷയം വന്നപ്പോഴാണ് ഇത്തരത്തിൽ മഹസറിൽ ഉൾപ്പെടെ ഈ മാല നൽകിയിട്ടുണ്ട് എന്നൊരു വെളിപ്പെടുത്തലിലേക്ക് എത്തുന്നത് എന്നത് തന്നെയാണ് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ പങ്കജ് ഭണ്ഡാരിയെ ഒരു ദിവസം ചോദ്യം ചെയ്യുവാൻ SIT വിളിപ്പിച്ചിരുന്നു. ആ ഘട്ടത്തിലൊക്കെ തന്നെയും മൊഴി മാറ്റി പറയാൻ ശ്രമിക്കുകയായിരുന്നു എന്നത് തന്നെയാണ്. പക്ഷേ പിന്നീട് ഈ സ്വർണത്തിന്റെ ഉൾപ്പെടെ തെളിവുകൾ അന്വേഷണ സംഘം കണ്ടെത്തുകയായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിശ്വാസികളുടെ, അല്ലെങ്കിൽ ഭഗവാൻ സമർപ്പിക്കുന്ന ഏതൊരു വസ്തുവിനും കണക്കുണ്ടായിരിക്കണമെന്ന ആ നിയമത്തെയൊക്കെ തന്നെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഒരു ഭരണസമിതി അവിടെ ഭരണം നടത്തിയത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ രേഖകൾ, കൂടുതൽ തെളിവുകൾ പുറത്തു വരും എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഗോവർദ്ധന് പ്രായശ്ചിത്തം ഉണ്ടായി എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ആ പ്രായശ്ചിത്തം ഉണ്ടായതിന്റെ പേരിൽ നൽകിയ സ്വർണം പോലും മഹസറിൽ രേഖപ്പെടുത്തിയിട്ടില്ല ഗൗതം. ഓക്കെ ദിസ്ന, ഇപ്പോൾ സ്വർണ്ണമാല വിവാദവും ശബരിമലയിൽ ഉണ്ടാവുകയാണ്. പ്രായശ്ചിത്തമായി ഗോവർദ്ധൻ നൽകിയ മാലയും കണക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്തായാലും ഇത്തരത്തിലുള്ള ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ പ്രവർത്തികൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും ഈ സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് നമ്മുടെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്നതാണ് വിശ്വാസി സമൂഹത്തിനിടയിൽ ഈ സർക്കാരിനെതിരെ ഏറ്റവും വലിയ പ്രതിഷേധം രൂപപ്പെടാൻ കാരണം. അതിൻ്റെ അലയൊലികളാണ് നമ്മൾ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടത്. ഇപ്പോൾ CPIM ഇപ്പോഴും ഞങ്ങൾ തോറ്റിട്ടില്ല എന്നാണ് പറയുന്നതെങ്കിലും CPI പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ശബരിമല സ്വർണ്ണ വിവാദം ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ കാരണമായി എന്ന്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജനതാദൾ എസിൻ്റെ അവലോകന യോഗത്തിലും അവർ കണ്ടെത്തിയിരിക്കുന്നത് ശബരിമല സ്വർണ്ണ വിവാദം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ
പ്രതിപക്ഷത്തിന്റെ പരാജയത്തിന് കാരണമായി എന്നാണ്. കേരള കോൺഗ്രസ് എമ്മിനും അതേ നിലപാടാണുള്ളത്. അപ്പോഴും CPIM ഇപ്പോഴും അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഓക്കെ, എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഇപ്പോൾ ഈ മാല സമർപ്പണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും കൊടുമ്പിരി കൊള്ളുന്നു. ദിസ്നയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നൽകിയത്. ഇനിയും